Kerala is on edge as a rare brain-eating amoeba claims 19 lives, sparking a health scare. 19 people have lost their lives in Kerala due to the deadly brain-eating amoeba, and the outbreak has triggered a fierce political battle. While Health Minister Veena George has defended the state's handling of the crisis, saying PCR testing is available and that Kerala was the first state to develop treatment guidelines after meningitis was first detected in 2016. Opposition has, however, mounted a scathing attack now, accusing the Pinarayi government of a cover-up, claiming no clear awareness guidelines were announced. Opposition has also staged a boycott in Kerala Assembly session during the adjournment motion on amoebic meningoencephalitis. Sir, ഇവിടെ പറഞ്ഞത് ശരിയാണ്. 2016 സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് 2016 എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ. അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് ഒരു കേസ്, രണ്ട് കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സർ, 2023 കോഴിക്കോട് നിപ്പ ഔട്ട്ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സർ. സർ, ഇന്ത്യയിൽ തന്നെ മസ്തിഷ്ക ജ്വരങ്ങൾ മൂലമുള്ള മരണങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട്. സർ, ആഗോളതലത്തിൽ 45 മുതൽ 50% മസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇന്ത്യയിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 25 മുതൽ 30% മസ്തിഷ്ക ജ്വരങ്ങളുടെ മരണം കാരണം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് സാർ. എയിംസ് ഉൾപ്പെടെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണ് സാർ ഞാൻ പറയുന്നത്. അതായത് 70% മസ്തിഷ്ക ജ്വരങ്ങളും എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുന്നില്ല. അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും. പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറയാം സർ. ഇതുവരെ ലോകത്ത് 500-ൽ പരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടുപിടിച്ച ഓസ്ട്രേലിയയിൽ 20 പേർക്ക് താഴെയുള്ളൂ. അമേരിക്കയിൽ ഇതുവരെ 150-ൽ പരം കേസുകളാണ്. ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ 120-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷം മാത്രം 68 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് കഴിഞ്ഞ 15 ദിവസം 8 പേര് മരിച്ചു. 8 പേര് മരിച്ചു. കഴിഞ്ഞ ഈ 2025-ൽ 69 പേഷ്യൻസ് ആണ്. 19 മരണമാണ് ഉണ്ടായത്. ഇതിന്റെ കണക്കുകളാണ്. 2023-ൽ 8 കേസാണ്. 24-ൽ 80 പേഷ്യൻസ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത്?